പക്ഷെ അതിനൊക്കെ മുമ്പേ തന്നെ എൻ്റെ അങ്കിൾ വഴിയിട്ടാണ്. പുള്ളി ഇപ്പോൾ മരിച്ചുപോയി. പുള്ളിയായിരുന്നു എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ. നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ വി റിലൈ ഓൺ അവർ സപ്പോർട്ട് സിസ്റ്റം, ഫോർച്യൂൺ ആൻഡ് മൈ ഫാമിലി. ഐ ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 699 റാങ്ക് നേടിയ നിതിൻ ആർഎച്ച്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നിതിനോട് ചോദിച്ച് മനസ്സിലാക്കണം. ഹായ് നിതിൻ. ഹലോ സർ. നിതിന് 4 അറ്റംപ്റ്റ്, 4 ഇൻ്റർവ്യൂ. നമ്മൾ ആദ്യത്തെ 3 തവണയും ഇൻ്റർവ്യൂവിന് പോയിട്ട് ഫൈനൽ ലിസ്റ്റിൽ ഇടം കണ്ടെത്താനായില്ല. അപ്പോൾ ഈ 4ാമത്തെ തവണ ആ PDF സെർച്ച് ചെയ്ത് ആ പേര് കണ്ടപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? സർ, ആദ്യ അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. ബട്ട് എന്തോ ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോ തവണയും കിട്ടാതെ പോയി. എൻ്റെ ഓരോ തവണ കിട്ടാതെ പോകുമ്പോഴും ശരിക്കും നിരാശയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സ് ഭയങ്കര ശാന്തമായിട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ റിലീഫ്, അതായിരുന്നു ആദ്യത്തെ ഇമോഷൻ. പിന്നെ ഒരു നിമിഷത്തേക്കൊന്ന് ബ്ലാങ്ക് ആയിപ്പോയി. ആൻഡ് ദെൻ ഐ താങ്ക് മൈ ഗോഡ്. ആൻഡ് ദെൻ വീട്ടിൽ വിളിക്കുകയായിരുന്നു അടുത്ത് ചെയ്തത്. പിന്നെ ഫോർച്യൂൺ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നു അടുത്ത് ചെയ്ത്. ആൻഡ് ദേ വർ ഓൾ ഹാപ്പി. അവരുടെ സന്തോഷം കാണുമ്പോൾ അത് നമ്മളിലും ഒന്ന് റിഫ്ലക്റ്റായി കാണുന്നു. സോ അതായിരുന്നു ആദ്യത്തെ ഇമോഷൻസ്. റിസൾട്ട് വന്ന സമയത്ത് നിതിൻ എവിടെയായിരുന്നു? ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ഞാൻ ഇപ്പോൾ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ് CSR NAL. സോ അവിടെയായിരുന്നു ഞാൻ. പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദ്യം വിളിച്ച് പറഞ്ഞത് എനിക്ക്. സോ കോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി റിസൾട്ട് വന്നു. സോ ആദ്യമേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം കോൾ കണ്ടപ്പോൾ. പക്ഷേ എഗൈൻ ആസ് എ സെഡ് റിലീഫായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് ഫ്ലാഷ് ബാക്ക് ചെയ്യാം. അതായത് നിതിൻ എങ്ങനെയാണ് സിവിൽ സർവീസ് എന്നുള്ള ഒരു ഈ ജേണിയിലേക്ക് എത്തിപ്പെട്ടത്? സാർ, ഞാൻ ഐസറിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഫിസിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ അതിനൊക്കെ മുമ്പേ തന്നെ എൻ്റെ അങ്കിൾ വഴിയിട്ടാണ്. പുള്ളി ഇപ്പോൾ മരിച്ചുപോയി. പുള്ളിയായിരുന്നു എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ. കൊച്ചിലെ തൊട്ട് എനിക്ക് ബുക്കുകൾ സജസ്റ്റ് ചെയ്യുകയും ന്യൂസ് പേപ്പർ വായിക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് പുള്ളിയായിരുന്നു. സോ ആ ഒരു ഇൻസ്പിറേഷനിലാണ് എല്ലാത്തിനും തുടക്കം. പിന്നെ പക്ഷേ ഞാൻ ഫിസിക്സിൻ്റെ വഴി പോയെങ്കിലും ഒടുവിൽ എനിക്കൊരു ഫീലിംഗ് വരായിരുന്നു. ഐ വാണ്ട് ടു ഡു സംതിങ് മോർ ടു ദ സൊസൈറ്റി. അങ്ങനെയാണ് ഞാൻ ഇവഞ്ച്വലി സിവിൽ സർവീസിലോട്ട് എത്തിയത്. പക്ഷേ ഇപ്പോൾ ഇന്ന് അങ്കിളില്ല. അങ്കിള് കോവിഡ് ടൈമിൽ പാസ് ചെയ്തു. ബട്ട് സ്റ്റിൽ അതായിരുന്നു എല്ലാത്തിനും തുടക്കം. ഇപ്പോൾ സപ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്തായിരുന്നു എക്സാക്ട്ലി നിതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം? സർ, സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ പല രീതിക്കുണ്ടായിരുന്നു. ഇമോഷണൽ സപ്പോർട്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട്. ഇത് രണ്ടും എനിക്ക് വന്നത് പ്രൈമർലി എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ബിക്കോസ് ഓരോ തവണ പരാജയപ്പെടുമ്പോഴും ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആൻഡ് എൻ്റെ പാരൻസ് ഒരിക്കലും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഇത് ചെയ്യണമെന്നോ. അങ്ങനെ നിനക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാനേ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതായിരുന്നു പ്രൈമറി സപ്പോർട്ട്. സെക്കൻഡ്ലി ഫോർച്യൂൺ തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തൊട്ടേ തന്നെ ഫോർച്യൂണിലോട്ടാണ് വന്നിരുന്നത്. ആൻഡ് ഫോർച്യൂണിൻ്റെ സപ്പോർട്ട് ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അവർ ഫോർച്യൂൺ ടീം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷമിക്കേണ്ട, വിൽ വർക്ക് അഗെയിൻ, വിൽ വർക്ക്, എന്താണ് കുറവെന്ന് നമ്മൾ കണ്ടുപിടിക്കും, മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഓരോ തവണയും പറഞ്ഞിരുന്നത്. അതുപോലെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാറും നിതിൻ സാറും കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ഇൻ്റർവ്യൂവിനും, ഓരോ തവണ മെയിൻസ് എഴുതുമ്പോഴും. ആൻഡ് ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് നോട്ട് മെഷറബിൾ. സോ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്തും. സോ താങ്ക് യു സർ. താങ്ക് യു. ഇങ്ങനൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന്, ആൻഡ് എസ്പെഷ്യലി ഈ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഈ കൊല്ലം തന്നെ 16 പേർക്ക് സിവിൽ സർവീസ് ലിസ്റ്റിലുണ്ട്, റൈറ്റ്? അപ്പോൾ ഇങ്ങനൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് സിവിൽ സർവീസിലേക്ക് വരാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും സർ. ബിക്കോസ് എൻ്റെ കൂടെ ഐസറിൽ നിന്ന് ഇറങ്ങിയ ഒരു 4-5 പേര് ഞങ്ങൾ ഒരുമിച്ചാണ് സിവിൽ സർവീസിലോട്ട് വന്നത്. ഞാൻ കേരളത്തിൽ ഫോർച്യൂണിൽ ജോയിൻ ചെയ്തപ്പോൾ ഇവർ ഡൽഹിയിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം പിന്നീട് ഞങ്ങൾ സംസാരിക്കുമ്പോഴും ദേ വർ ലാക്കിങ് ഇറ്റ്. സോ നൗ ദേ ആർ പ്ലാനിങ്. അവർ കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫോർച്യൂണിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എലാബറേറ്റ് സപ്പോർട്ട് സിസ്റ്റം മറ്റൊരിടത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
സോ തീർച്ചയായും സാർ, ഈ കേരളത്തിൽ ഇതുപോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വന്നു കഴിഞ്ഞാൽ ആൻഡ് ഈ ഒരു ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആൻഡ് തീർച്ചയായിട്ടും മോർ സിവിൽ സർവൻസ് ക്യാൻ കം. ആൻഡ് അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല പാരൻസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട്, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ബിക്കോസ് ഓരോ വിജയ്ക്ക് പിന്നിൽ ഒരു ടീമുണ്ട് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് സാർ. സോ അൾട്ടിമേറ്റ്ലി ഇതൊരു ടീം ഗെയിമാണ് അല്ലേ സിവിൽ സർവീസ് വിജയം എന്ന് വെച്ചാൽ? തീർച്ചയായും സാർ. ബിക്കോസ് നമ്മളൊരു ഫേസ് മാത്രമേ പുറമേ കാണുന്നുള്ളൂ എങ്കിലും ഒരു പുറകിലൊരു വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ട്, ആ ഒരു സപ്പോർട്ട് കൊടുക്കാനും ആ ഒരു കൂടെ നിന്ന് വർക്ക് ചെയ്യാനും. ഐ തിങ്ക് എല്ലാ ഫീൽഡിലും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓഫ് കോഴ്സ്. ഇതിനപ്പം നമ്മൾ 4ാമത്തെ തവണയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3 തവണയും നമ്മൾ പ്രിലിംസ് ക്രാക്ക് ചെയ്തു, മെയിൻസ് ക്രാക്ക് ചെയ്തു, ഇൻ്റർവ്യൂ വരെ പോയി. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശരിയായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ ചെറിയ പാകപ്പിഴകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ കൊല്ലവും കൊണ്ടുവന്നിരുന്നത്? സർ, ഓരോ തവണയും ഫെയിലിയറിൽ നിന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ്. സർ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഐ വാസ് വെരി ഓവർ കോൺഫിഡൻറ്റ് ആൻഡ് അണ്ടർ കോൺഫിഡൻറ്റ് അറ്റ് ദ സെയിം ടൈം. ബിക്കോസ് ഐ വാസ് ചിലപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റോടെ പഠിക്കും, എന്നാൽ ചിലപ്പോൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. ഡൗട്ട് ചെയ്യുമ്പോൾ ഐ സ്റ്റോപ്പ് സ്റ്റഡിങ്. അങ്ങനൊരു പ്രോബ്ലം എൻ്റെ മെയിൻസിന്, പ്രിലിംസ് വാസ് ഓക്കെ, ബട്ട് മെയിൻസ് വന്നപ്പോൾ അങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് എൻ്റെ ആവറേജ് സ്റ്റഡി ടൈമും ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ വളരെ കുറവായിരുന്നു. സോ അത് ഇവഞ്ച്വലി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിനെ ബാധിച്ചിട്ടുണ്ട്. ബട്ട് തേർഡ് അറ്റംപ്റ്റിലോട്ട് വരുമ്പോൾ ആ ഒരു സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ആൻഡ് എൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ. ഹെൽത്ത് ഈസ് ദ മേജർ തിങ് ദാറ്റ് വിൽ ഇമ്പാക്ട് ദ സ്കോർ ആൻഡ് ഓൾസോ അവർ ലൈഫ്സ് ആസ് വെൽ. സോ ഇനിഷ്യലി ആ ഒരു ഹെൽത്തിലോട്ട് ഞാൻ ഫോക്കസ് കൊടുക്കുന്നില്ലായിരുന്നു. ബട്ട് തേർഡ് അറ്റംപ്റ്റ് വന്നപ്പോൾ ഞാൻ റെഗുലർലി ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു ആൻഡ് റെഗുലർലി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം ചിലവാക്കുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിച്ചു. സോ എൻ്റെ റൈറ്റിങ്ങിനെ അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. ബിക്കോസ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഓൾസോ ഇമ്പ്രൂവ്ഡ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് ബൈ ദ തേർഡ് അറ്റംപ്റ്റ്. സോ ഐ ബിലീവ് ഇറ്റ്സ് എ ഹോളിസ്റ്റിക് ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ് ഓവർ ദ ടൈം ആസ് വെൽ. സോ അതാണ് മേജർ ചേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത് സാർ, ഒരു ഡിസിപ്ലിൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ. ഓക്കെ. നമ്മൾ നിതിനോട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സംസാരിക്കുമ്പോൾ നിതിന് എസ്പെഷ്യലി ഒന്ന് കുറച്ച് അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു, 2 ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഫുൾ ടൈം റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു അല്ലേ? എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു പെട്ടത്? ഈ ഒരു എക്സാമിൻ്റെ പ്രഷറാണോ, എന്തായിരുന്നു? പ്രഷർ തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ബിക്കോസ് ഐ വാസ് വെരി സ്ട്രെസ്ഡ് ആ ഒരു മൊമെൻറ്റിൽ. ആ ഒരു സ്ട്രെസ്സ് ഉൾവലിവിലോട്ട് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ ഞാനൊരു ഐസൊലേറ്റഡ് ആയിട്ടൊരു റൂമിലിരുന്ന് പഠിക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ആൻഡ് അത് സ്കോറിലും എൻ്റെ ലൈഫിലും ഓവറോൾ ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഐ തിങ്ക് അതിൽ നിന്ന് പുറത്തു വന്നാണ് ഏറ്റവും വലിയ സക്സസ് ആസ് വെൽ. സോ ബൈ ദ തേർഡ് അറ്റംപ്റ്റ് ഐ വാസ് ഔട്ട് ഓഫ് ദാറ്റ് ലൂപ്പ്. ആൻഡ് ഞാനൊരു പ്രോപ്പറായിട്ട് സ്ട്രക്ചറായിട്ട് പ്രിപ്പറേഷനും ഒരു പ്രോപ്പറായിട്ടൊരു ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്തിലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അത് ഇവഞ്ച്വലി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. തേർഡ് അറ്റംപ്റ്റ് ആയപ്പോൾ സ്കോറും എൻ്റെ റിട്ടേൺ സ്കോറിനും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. തേർഡ് അറ്റംപ്റ്റിലേക്ക് വന്നപ്പോൾ ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്താണോ ജോലി കിട്ടിയത്? തീർച്ചയായും സാർ. ആ തേർഡ് അറ്റംപ്റ്റിലാണ് ഞാൻ മറ്റ് പരീക്ഷകൾ എഴുതുന്നുണ്ടായിരുന്നു ബൈ തേർഡ് അറ്റംപ്റ്റ്. സോ അങ്ങനെ എനിക്ക് UPSCയുടെ തന്നെ EPFOയിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു ആൻഡ് CSIRലും സെലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവഞ്ച്വലി ഞാൻ CSIRൽ ജോയിൻ ചെയ്തു സെക്ഷൻ ഓഫീസറായിട്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു അതുപോലെ തേർഡ് അറ്റംപ്റ്റിൽ എത്തിയപ്പോൾ നിതിൻ്റെ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്തിരുന്നു അല്ലേ? അതെ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സാർ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിസിക്സിലായിരുന്നു. പക്ഷേ ഫിസിക്സ് ഒരു ടെക്നിക്കൽ സബ്ജക്റ്റ് ആയിരുന്നു. ആൻഡ് അങ്ങനെ ഞാൻ ഇനിഷ്യലി ഹിസ്റ്ററിയാണ് ചൂസ് ചെയ്തത്. പക്ഷേ ഹിസ്റ്ററിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം എനിക്കൊരിക്കലും കിട്ടിയിട്ടില്ല ഓപ്ഷണലിൽ. ബിക്കോസ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ കുറവാണ് അതിൻ്റെ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്. സോ അത് ഇമ്പാക്റ്റ് ചെയ്തിരുന്നു തന്നെ. ആൻഡ് ഹിസ്റ്ററിയിലേക്ക് വരാനുള്ള ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതിയത് ഹിസ്റ്ററി ഈസ് മോർ ലൈക്ക് എ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്. സോ റൈറ്റിംഗ് സ്കില്ലിൽ അത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും ആൻഡ് ഇറ്റ്സ് മോർ ലൈക്ക് എ സ്റ്റോറി. ബട്ട് ആ ലോജിക്ക് എഗെയിൻ വാസ് നോട്ട് എ വെരി പ്രോപ്പർ ലോജിക് ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ ദ സെക്കൻഡ് അറ്റംപ്റ്റ്, ലൈക്ക് ലേണിംഗ് ഫ്രം മൈ മിസ്റ്റേക്ക് അഗെയിൻ. സോ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസിലോട്ട് മാറി. ആൻഡ് അഗെയിൻ ഫോർച്യൂൺ ഹാഡ് എ ബ്യൂട്ടിഫുൾ പൊളിറ്റിക്കൽ സയൻസ് കരിക്കുലം ആൻഡ് സ്ട്രക്ചർ. സോ അതിലോട്ട് ജോയിൻ ചെയ്തു. സോ ഐ തിങ്ക് ദാറ്റ് ഇവഞ്ച്വലി ലെഡ് ടു ദ സക്സസ്. എന്തായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷണലായിട്ട് സെലക്ട് ചെയ്യാൻ റീസൺ? സോ പൊളിറ്റിക്കൽ സയൻസിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. ആ ഒരു മെൻ്റർ സിസ്റ്റം ആൻഡ് റിസോഴ്സസ് എല്ലാം പൊളിറ്റിക്കൽ സയൻസിലുണ്ടായിരുന്നു. സെക്കൻഡ്ലി ഓവർലാപ്പാണ് സർ.
ബിക്കോസ് GS സബ്ജക്റ്റായിട്ടും എത്തിക്സായിട്ടും ആൻഡ് ഒക്കെ ഓവർലാപ്പ്. ഈവൻ essay ഓൾസോ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു പൊളിറ്റിക്കൽ സയൻസ്. സോ ആ ഒരു ഓവർലാപ്പും കൂടെയാണ് പൊളിറ്റിക്കൽ സയൻസിലോട്ട് എത്താൻ കാരണം. നിതിൻ എഴുതിയ 4 പ്രിലിംസും പാസ്സായിട്ടുണ്ട്. അപ്പോൾ പ്രിലിംസിന് നിതിൻ്റെ സ്ട്രാറ്റജി അത്യാവശ്യം ഫുൾ പ്രൂഫാണ്, റൈറ്റ്? എന്താണ് എക്സാക്ട്ലി നിതിൻ്റെ പ്രിലിം സ്ട്രാറ്റജി? സോ എൻ്റെ പ്രിലിം സ്ട്രാറ്റജി ഫോർച്യൂണിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ NCERT, ദ ഫൗണ്ടേഷൻ കോഴ്സസ് ഇൻ ഫോർച്യൂൺ. സോ അത് പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ആ ടെസ്റ്റ് സീരീസ്, NCERT ടെസ്റ്റ് സീരീസ് ഓൾസോ ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. സെക്കൻഡ്ലി ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ദ ക്ലാസ്സസ് ഇൻ ഫോർച്യൂൺ. അതുവഴിയിട്ട് ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, അതാണ് പ്രിലിംസിൻ്റെ അടിസ്ഥാനമെന്ന് ആണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് അത് പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് ദ പ്രിലിംസ് ടെസ്റ്റ് സീരീസ്. ആ ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ആ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അനാലിസിസ് പാർട്ട്. സോ അത് ആനന്ദ് ജസ്റ്റിൻ സാറായിരുന്നു എനിക്ക് ഗൈഡ് ചെയ്തത്. ആൻഡ് ഈവൻ ഇന്നും ഞാനൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ സാറിൻ്റെ വോയിസിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കത്തുള്ളൂ. ബിക്കോസ് ആ ഒരു പ്രോപ്പർ അനാലിസിസ് സ്ട്രാറ്റജി പറഞ്ഞു തന്നതും അത് ആൻസറിലോട്ട് എങ്ങനെ എത്തണം എന്ന് പറഞ്ഞു തന്നതും ആനന്ദ് ജസ്റ്റിൻ സാറിൻ്റെ ക്ലാസ്സസ് വഴിയിട്ടാണ്. സോ അതായിരുന്നു എൻ്റെ പ്രിലിംസ് സ്ട്രാറ്റജി. അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തതും 4 വർഷമായിട്ട്. ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, EPFOയ്ക്കായും CSIRനും ഇത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി. ഓക്കെ. അപ്പോൾ പ്രിലിംസിന് വരുമ്പോൾ നമുക്കൊരു നോളജ് പാർട്ടുണ്ട്, ഒരു സ്കിൽ പാർട്ടുണ്ടല്ലേ, എസ്പെഷ്യലി MCQ സോൾവിങ് സ്കിൽ. അപ്പോൾ നിതിൻ എങ്ങനെയായിരുന്നു? ആദ്യമേ നല്ലപോലെ സ്കോർ ചെയ്യുമായിരുന്നോ, അതോ മാർക്ക് കുറവായിട്ട് പിന്നെ അനലൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തതാണോ? സർ, അത് ഇനിഷ്യലി ഒരു മിക്സഡ് ഫേസിലായിരുന്നു. ചില എക്സാംസിന് ഹൈ സ്കോറായിരുന്നു, ചില എക്സാംസിന് ഒരു ആവറേജ് സ്കോറായിരുന്നു. സോ പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഹൈ സ്കോറിൽ എത്തണമെന്നൊരു പുഷ് ഉണ്ടായിരുന്നു പ്രിലിംസ് വന്നപ്പോൾ. സോ അതിനാണ് ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നത്. സോ അവിടെയാണ് ആ ഒരു ആനന്ദ് ജസ്റ്റിൻ സാറിൻ്റെ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നത്. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻ നമുക്കറിയായിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താം എന്നുള്ളൊരു ഒരു അനാലിസിസ് പാർട്ട്, അത് ആ ഒരു പ്രിലിംസ് മെൻറ്റർഷിപ്പിലൂടെയാണ് എനിക്ക് കിട്ടിയത്. സോ അതാണ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് ദെൻ കമ്മിങ് ടു മെയിൻസ് അല്ലേ. അപ്പം നമ്മുടെ മെയിൻസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആൻസർ റൈറ്റിംഗ് ആണ്. ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സാണ് നിതിൻ ഉപയോഗിച്ചിട്ടുള്ളത്? സർ, മെയിൻസ് വന്നപ്പോഴത്തേക്കും സാറും നിതിൻ സാറുമായിരുന്നു എൻ്റെ മെൻറ്റേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇനിഷ്യലി എൻ്റെ ആൻസർ റൈറ്റിങ്ങിന് ഒരു സ്ട്രക്ചർ ഇല്ലായിരുന്നു. സോ അവിടെ പലപ്പോഴും ക്വസ്റ്റ്യൻ്റെ ചില പാർട്ടുകൾ ഞാൻ വിട്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഓരോ പാർട്ടും എങ്ങനെ അനാലിസിസ് ചെയ്യണം, എങ്ങനെ അതിലോട്ട് ആൻസറിലോട്ട് എത്തണം എന്നുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വേ ഓഫ് റൈറ്റിംഗ്, അത് ഫോർച്യൂണിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് അത് വെച്ചിട്ട് ഞാൻ റെഗുലറായിട്ടൊരു റൈറ്റിംഗ് പ്രാക്ടീസ് കൂടെ ഞാൻ എസ്പെഷ്യലി ബൈ ദ സെക്കൻഡ് ആൻഡ് തേർഡ് അറ്റംപ്റ്റ് റെഗുലറായിട്ട് റൈറ്റിംഗ് ചെയ്യാനും തുടങ്ങി. സോ അപ്പോഴാണ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഐ തിങ്ക് കെയിം ടു മൈ ആൻസർ. ആൻഡ് ഒരു ഹാൻഡ് റൈറ്റിംഗും കൂടെ മെച്ചപ്പെട്ടപ്പോൾ ഐ തിങ്ക് ബെറ്റർ റീഡബിലിറ്റി ആൻഡ് ബെറ്റർ ഒരു വ്യൂവർഷിപ്പിനും കൂടെ ഒരു ബെറ്ററായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇവഞ്ച്വലി ദാറ്റ് വാസ് എ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പാർട്ട്. ഓക്കെ. ആൻഡ് നമ്മൾ ഈ ഫൈനലി ക്വാളിഫൈ ചെയ്ത അറ്റംപ്റ്റിൽ നിതിൻ വർക്ക് ചെയ്യായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് അധികം ടൈം കാണില്ല പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? സർ, ഐ തിങ്ക് അതിന് നോളജ് ആൻഡ് സ്കിൽ ബിൽഡ് ഓവർ ദ ടൈം. സോ ഐ തിങ്ക് എൻ്റെ തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ പുട്ട് ചെയ്ത എഫേർട്ട്, അതിൻ്റെ റിസൾട്ടാണ് ഐ തിങ്ക് കെയിം ടു ദ ഫോർത്ത് അറ്റംപ്റ്റ്. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യായിരുന്നു ആൻഡ് എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വർക്കിങ്ങിൻ്റെ. സോ അതിൻ്റെ ഇടയ്ക്ക് പ്രിപ്പറേഷൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. സോ ബട്ട് ആ ഒരു മുൻപുണ്ടായിരുന്ന എഫേർട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എനിക്കിപ്പോൾ കിട്ടി. ആൻഡ് റെഗുലറായിട്ട് എല്ലാ ദിവസവും, ഈവൻ ഇഫ് ഐ എം വർക്കിംഗ്, എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ആൻസർ റൈറ്റിങ്ങിന് ടൈം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ ഐ തിങ്ക് അതാണ് ഇവഞ്ച്വലി ഹെൽപ്പ് ചെയ്തത്. ആ ഒരു അക്യുമുലേറ്റഡ് നോളജ് ആയിരുന്നു അല്ലേ? യെസ്, അക്യുമുലേറ്റഡ് നോളജ്. പക്ഷേ ഈ ഒരു അറ്റംപ്റ്റിൽ തേർഡ് ആൻഡ് ഫോർത്ത് അറ്റംപ്റ്റിൽ എസ്പെഷ്യലി മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ചേഞ്ച് ആയത്, എസ്പെഷ്യലി ബിക്കോസ് യു ആർ വർക്കിംഗ് ആൻഡ് ആ എക്സ്പോഷർ കാരണം? Sir, I think it had a positive impact. Because as I said earlier, in the first attempt ആയപ്പോൾ ഞാൻ ഭയങ്കര സെക്ലൂഡഡ് ആയിട്ട് പോയി. സോ അത് ഇമ്പാക്ട് ചെയ്തു. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഐ എം ഗെറ്റിംഗ് എക്സ്പോഷർ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ദ റിയൽ പ്രോബ്ലംസ് ഇൻ ദ സൊസൈറ്റി. സോ ആൻഡ് ഓരോ സ്മോൾ പ്രോബ്ലംസും ഐ വാസ് ഏബിൾ ടു അനാലിസിസ് ആൻഡ് അത് എൻ്റെ ആൻസർ റൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു എന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ ആ ഒരു ഗ്രൗണ്ടഡ് ആ ഒരു റിയൽ നോളജ്, റിയൽ ഇഷ്യൂസ് ഇൻ ദ സൊസൈറ്റി മെയിൻസിന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിരുന്നു ഈ അറ്റംപ്റ്റിൽ. സോ ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് എ ലോട്ട് ഇൻ ദാറ്റ് സെൻസ്. ഓക്കെ. ഇനി നമുക്ക് ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വരാം. അപ്പോൾ നിതിനായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ഇൻ റീസെൻറ്റ് പാസ്റ്റ്, കാരണം 4 ഇൻ്റർവ്യൂ പോയിട്ടുണ്ട്.
റൈറ്റ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ശരിക്കും അവരെന്താ ടെസ്റ്റ് ചെയ്യുന്നത്? അവർ ഇൻ്റർവ്യൂവിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റീസ് എന്തായിരിക്കും? So charisma, courage, these are the main quality that a person should have. I think interview ക്ലാസ്സസിൽ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം തിങ്. ആൻഡ് അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് നോളജ് കൊണ്ട് ഒരിക്കലും പേഴ്സണാലിറ്റി ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. ബിക്കോസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ നോളജ് ബോംബാർഡ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിനകത്ത്. പക്ഷേ ഐ വാസ് വെരി സ്കെയർഡ്. ആ ഒരു കറേജ് ഇല്ലായിരുന്നു, എൻ്റെ വാക്കുകളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അത് സ്കോറിനെയും ബാധിച്ചിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ. പക്ഷേ ഐ തിങ്ക് എസ്പെഷ്യലി ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. ആൻഡ് അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വർഷത്തെ ഇൻ്റർവ്യൂവിൽ. ആക്ച്വലി UPSC ഇൻ്റർവ്യൂവിന് ചോദിച്ചുള്ളൊരു മെമ്മറബിൾ ക്വസ്റ്റിനെ കുറിച്ച് പറയാമോ? സോ കേരള ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ വർഷം നിറഞ്ഞു നിന്ന എൻ്റെ ഇൻ്റർവ്യൂവിന്. സോ റബ്ബറിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബിക്കോസ് ഞാൻ റബ്ബർ വളർത്തുന്ന ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. സോ കൊച്ചിലെ തൊട്ട് എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. സോ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ബിക്കോസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് അറിയാൻ പറ്റും. സോ ഒരു ബുക്കിഷ് ആൻസർ അല്ല ഞാൻ അവിടെ കൊടുത്തത്. ഞാൻ എൻ്റെ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീനെ പറ്റി ഞാൻ ഇൻ്റർവ്യൂ ബോർഡിനോട് പറഞ്ഞു. എന്തായിരുന്നു എക്സാക്ട്ലി ക്വസ്റ്റ്യനും എന്തായിരുന്നു ഇതിൻ്റെ ഉത്തരവും? സർ, ദ ക്വസ്റ്റ്യൻ വാസ് ദ റിയൽ ഇഷ്യൂസ് ഓഫ് ദ റബ്ബർ ഇൻഡസ്ട്രി ഇൻ കേരള ആൻഡ് ദ എക്കോളജിക്കൽ ആൻഡ് ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓഫ് ദ റബ്ബർ ഇൻഡസ്ട്രി. സോ ഞാൻ കൊടുത്ത ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഹ്യൂമൻ ഇമ്പാക്റ്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ ഒരു സോഷ്യൽ ഗ്രോത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി എസ്പെഷ്യലി ഇൻ മൈ ഏരിയ. അത് വന്നത് ഈ ഒരു റബ്ബർ ഇൻഡസ്ട്രി കാരണമാണ്, എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ മറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റീവ്ലി കുറവായിട്ടുള്ള ഒരു ഏരിയയാണ് എൻ്റെ ഒരു വളർന്ന ഏരിയ എന്ന് പറയുന്നത്. അവിടെ റബ്ബർ ഇൻഡസ്ട്രിക്ക് വളരെ വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ ഒരു നെറ്റ്വർക്കും അത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാരണം ഒരുപാട് എക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം സോയിലിൻ്റെ ക്വാളിറ്റി കുറയുന്നതായിട്ട് റബ്ബർ ബോർഡ് ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു ഫോറസ്റ്റിൻ്റെ ക്വാളിറ്റിയും അവിടെ റിലേറ്റീവ്ലി കുറയുന്നുണ്ട്. ഇത് കാരണം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റും ഉണ്ടാകുന്നുണ്ട്. അത് റിയൽ ലൈഫിൽ ഞങ്ങൾക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ. സോ ഈ ഇഷ്യൂസ് ഞാൻ അവിടെ ബോർഡിൽ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ എൻ്റെ സൊല്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്തു. എസ്പെഷ്യലി വിഴിഞ്ഞം പോർട്ട് വരുന്നതുകൊണ്ട് വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ബോത്ത് ആൻഡ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻ്റർ ക്രോപ്പിംഗ് സ്ട്രാറ്റജി. അത് റബ്ബർ ബോർഡ് തന്നെ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ അവിടെ ഇൻ്റർവ്യൂ പ്രസൻറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഏർലി 20s UPSC പ്രിപ്പറേഷൻ തുടങ്ങിയതാണ് അല്ലേ? അപ്പോൾ അതിനകത്തൊരു റിസ്ക് ഉണ്ട്. കാരണം നമ്മുടെ ഒരു പ്രൈം ഏജിൽ പ്രോബിലിറ്റി കുറഞ്ഞൊരു എക്സാമിനേഷൻ എടുക്കുമ്പോൾ ആൻഡ് ഇതിനകത്ത് 3 തവണ ജസ്റ്റ് കിട്ടിയില്ല, റൈറ്റ്? ഇപ്പോൾ ഡു യു തിങ്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്? ആൻഡ് ഓൾസോ കിട്ടിയില്ലായിരുന്നെങ്കിൽ, ലെറ്റ്സ് സേ 4ാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതിനെന്ത് ചെയ്തേനെ? So today I definitely feel that it is worth it. ബിക്കോസ് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമല്ല, നോൺ എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആൻഡ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുണ്ടായ ബോണ്ടേജ്. സോ എവറിത്തിങ് ഹാപ്പൺ ബിക്കോസ് ഓഫ് UPSC. സോ നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ വി റിലൈ ഓൺ അവർ സപ്പോർട്ട് സിസ്റ്റം, ഫോർച്യൂൺ ആൻഡ് മൈ ഫാമിലി. സോ അത് കാരണം അവർ ബോണ്ടേജ് ലൈക്ക് എസ്പെഷ്യലി ഇൻ മൈ ഫാമിലി ആൻഡ് വിത്ത് അതേഴ്സ്, മൈ ഫ്രണ്ട്സ് ആസ് വെൽ, ഇത് സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. ആൻഡ് ദിസ് ഓൾസോ റിഫ്ലക്റ്റഡ് ഇൻ മൈ പേഴ്സണാലിറ്റി ആസ് വെൽ. I think I became more calm, more disciplined as well over the years. Now coming from the എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ സർ, മറ്റ് എക്സാംസ് ഞാൻ ക്ലിയർ ചെയ്തതും UPSC പ്രിപ്പറേഷൻ കൊണ്ട് മാത്രമാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ UPF ഞാൻ ക്ലിയർ ചെയ്തിരുന്നു, CPCBയുടെ ഒരു എക്സാം ഞാൻ ക്ലിയർ ചെയ്തിരുന്നു, കേരളയുടെ KS എക്സാം ക്ലിയർ ചെയ്തിരുന്നു, ആൻഡ് കേരളയുടെ തന്നെ മറ്റ് PSCയുടെ മറ്റ് 2 എക്സാംസ് കൂടെ ഞാൻ ക്ലിയർ ചെയ്തിരുന്നു. ഇതെല്ലാം ക്ലിയർ ചെയ്തത് ഈ UPSCയുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് മാത്രമാണ്. സോ എനിക്കൊരു ഐ ഓൾവേസ് ഹാഡ് എ ബാക്കപ്പ് പ്ലാൻ. സോ UPSC അല്ലെങ്കിൽ മറ്റൊരു എക്സാം ഉണ്ട് എന്നൊരു ബാക്കപ്പ് പ്ലാനിൽ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷേ UPSC ഹാസ് ഓൾവേസ് ബീൻ മൈ പ്രൈമറി പ്ലാൻ. ഓക്കെ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ UPSC സിവിൽ സർവീസസ് ഒരു ബുദ്ധിയുടെ പരീക്ഷയാണ് എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഇതിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സർ, ഇതൊരു ബുദ്ധിയുടെ പരീക്ഷ മാത്രമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ബുദ്ധിയുടെ പരീക്ഷ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ ഒരുപാട് മറ്റ് സ്കിൽസ് ഉള്ളവർക്ക് മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, വില്ലിങ്നെസ് ടു ലേൺ ആൻഡ് വില്ലിങ്നെസ് ടു അഡാപ്റ്റ് ആസ് വെൽ. ബിക്കോസ് നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കിൽ നമ്മളെങ്ങനെ പഠിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ UPSC എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. സെക്കൻഡ്ലി, നമ്മളൊരു നോളജ് സ്കിൽസ് വേണം. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് എഫേർട്ട് ഇടണം, ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. സോ അത് വരുന്നുണ്ടോ എന്നതാണ് സെക്കൻഡ്
second necessary skill. So combining all this, we need the knowledge as well. So all these combined will result into success എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നിതിൻ 3 തവണ തോൽവി നേരിട്ട ഒരാളാണ്. അത് ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ എത്തിയെങ്കിലും വീണ്ടും നമ്മൾ പ്രിലിംസോട്ട് എഴുതണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ പോയിട്ടോ മെയിൻ സ്റ്റേജ് വരെ പോയിട്ടോ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാതെ നിൽക്കുന്ന ഒരാൾക്ക് ആൻഡ് മേ ബി അവരിത് നിർത്താം എന്നൊരു ആലോചനയും ചിലർക്ക് കാണും. റൈറ്റ്, അങ്ങനെ ഒരാളോട് നിതിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? സർ, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഹാർട്ട് ബ്രേക്കിംഗ്. നമ്മൾ ആ ലിസ്റ്റിൽ നമ്മൾ പേര് കാണാത്തപ്പോൾ നമ്മളൊരു ഷോക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഹാർട്ടിൽ കൂടെ കടന്നു പോകും. സോ ബട്ട് അത് ഓവർകം ചെയ്ത് വരണമെങ്കിൽ ഉള്ളൊരു വിൽ പവർ ദാറ്റ് ഹാസ് ടു ബി ദെയർ. സോ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ദേ ഷുഡ് ഗോ ടു ദിയർ സപ്പോർട്ട് സിസ്റ്റം എന്നാണ് എൻ്റെ ഫസ്റ്റ് അഡ്വൈസ്. സോ ഇറ്റ് കുഡ് ബി ദിയർ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ആകാം. എനിക്ക് ഫോർച്ചുനേറ്റ്ലി രണ്ടും എനിക്കുണ്ടായിരുന്നു. സോ എസ്പെഷ്യലി ദെൻ ഐ ഹാഡ് long conversation with Nitin sir as well, and also with my family. So അവർ തന്നൊരു പ്രചോദനം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം. ആൻഡ് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിന് ശേഷം ഞാൻ ഓൾസോ ടെലമാനസിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫോർ എ സപ്പോർട്ട്, ബിക്കോസ് ഞാനൊരു ഡിപ്രഷൻ ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്ക് ഒരു ഗോൾ ഉണ്ടായിരുന്നു, ദാറ്റ് UPSC ഐ ഹാവ് ടു ക്ലിയർ. ആ ഒരു ഗോളാണ്, ആ ഡിപ്രഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു, ഐ ഹാവ് ടു ക്ലിയർ. സോ ഇപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ആളുടെ അടുത്തും എനിക്ക് അതാണ് പറയാനുള്ളത്. ആ ഒരു ഗോളാണ് നമ്മൾ ഈ ഒരു ഡ്രീമിലോട്ട് കൊണ്ടുവന്നത്. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു ഓവർകം ദിസ്, ആൻഡ് അതിന് സപ്പോർട്ട് സിസ്റ്റവും ആവശ്യമാണ്. ആൻഡ് പ്ലീസ് ടോക്ക് ടു ദ പീപ്പിൾ അറൗണ്ട് യു. ഓക്കെ. ആൻഡ് ഈ UPSC പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്ക്, ബിഗിനർക്ക് ഇതിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? സർ, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആൻഡ് സെക്കൻഡ്ലി സർ, ആ ഒരു പേഴ്സൺ ഹീ ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ. സോ അതിനെപ്പോഴും പ്രിപ്പയർ ആയിട്ട് വേണം ഈ ഒരു ജേർണിയിലോട്ട് വരാൻ. ബിക്കോസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചലഞ്ചസ് ഓൾവേസ് നമ്മുടെ മുന്നിലോട്ട് വരും. സോ അതെങ്ങനെ ഓവർകം ചെയ്യണം, ആ ഒരു നിമിഷം നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മൾ സിവിൽ സർവൻ്റ് ആയാലും ഇത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. സോ ഈ ഒരു പരീക്ഷ അതിനുള്ള ടെസ്റ്റായിട്ട് നമ്മൾ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചലഞ്ചസ് വരുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള വിൽ പവർ കിട്ടും. സോ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ. ആൻഡ് സെക്കൻഡ്ലി സർ, ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് ഈസ് നെസസറി. ആ ഒരു ഗൈഡൻസ് ആണ് എന്നെ ഗൈഡ് ചെയ്തതും മിസ്റ്റേക്സ് വരുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടായത്. അതുകൊണ്ട് കൂടെയാണ് എനിക്ക് ഓരോ തവണ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. സോ ഐ തിങ്ക് പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഈസ് മസ്റ്റ്. ആൻഡ് ഒരു പുതിയൊരു ബിഗിനർ, ഹി ഓർ ഷീ ഷുഡ് ഗെറ്റ് എ പ്രോപ്പർ ഗൈഡൻസ്. ഇതാണ് എൻ്റെ അഡ്വൈസ്. ഓക്കെ, താങ്ക് യു നിതിൻ ഫോർ ദാറ്റ്. നിതിൻ്റെ ഒരു ജേർണി ഞാൻ വളരെ ക്ലോസ് ആൻഡ് പേഴ്സണലായിട്ട് 4 വർഷമായിട്ട് കാണുന്നതാണ്. നമ്മൾ എപ്പോഴും നിതിൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യും എന്നാണ് വിചാരിച്ചത്. പിന്നെ ഓരോ തവണ പോകുമ്പോഴും ഒരു 2ാമത്തെ 3ാമത്തെ തവണ പോയിട്ട് കിട്ടാതാവുമ്പം ആക്ച്വലി എന്ത് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. ബിക്കോസ് യു ആർ എ ഡിസേർവിങ് കാൻഡിഡേറ്റ്. സോ വെൽ ഡിസേർവ്ഡ് സക്സസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.